നമുക്കിനി ചില അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസും കൂടി നമ്മളെന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോക്കാണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എന്ന് നോക്കാണ്ട് ഫസ്റ്റ് തന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് അറിയപ്പെടും. ഓക്കെ, ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഒരു ടാക്സ് കമ്പനി അടയ്ക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ ആ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഒരു ഡിവിഡൻഡ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഡിവിഡൻഡ് കൊടുക്കണ നേരത്തെ ടാക്സ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അല്ലെങ്കിൽ എന്താണ് DDT അല്ലെങ്കിൽ എന്താണ് CDT എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ ഇയർ ഫിനാൻഷ്യൽ ഇയർ 2018-19 ആൻഡ് 2019-20 ദ റേറ്റ് ഓഫ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സസ്, അപ്പോൾ അതായത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ആയിട്ട് 15%, അതിൻ്റെ കൂടെ 12% സർചാർജ് അടയ്ക്കണം, അതിൻ്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവായിട്ട് നോക്കുമ്പോൾ ശരിക്കും 17.472% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് വരിക. ഇൻ എഫക്റ്റിൽ അത്രയും വരിക. അപ്പോൾ അത്രയും എന്താണ് പെർസെൻറ്റേജ് കാണണം. ഇതെല്ലാം കൂടി ഈ പെർസെൻറ്റേജസ് ആഡ് ചെയ്യുമ്പോൾ 15%-ന് 12%, പിന്നെ ആ പെർസെൻറ്റേജിൻ്റെ 4% കൂടി ആഡ് ചെയ്യുമ്പോൾ 17.472% ആണ് വരുന്നത്. ദ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഷാൽ ബി ചാർജ്ഡ് ഓൺ ദി ഗ്രോസ് എമൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ദി എമൗണ്ട് ആനുവലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അത് ഗ്രോസ് എമൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഗ്രോസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്സ്പെൻസ് കുറച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആഡപ്പ് ചെയ്യണം ഡിവിഡൻഡിലേക്ക്. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ഡൊമസ്റ്റിക് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് 4 lakh, ദി ടാക്സ് ഷുഡ് ബി കമ്പ്യൂട്ടഡ് ആസ് അണ്ടർ. ഓക്കെ, അപ്പോൾ 4 lakh ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരും ടാക്സ്? ഇതിൻ്റെ ഇങ്ങനെ ഈ ഒരു ശതമാനത്തിലാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അത് കാണിക്കേണ്ടത്. ഓക്കെ, അതായത് 17%, അതായത് 4 lakh ഇൻറ്റു 17.472 ഡിവൈഡ് ബൈ 100 മൈനസ് 17.492, അതിനാണ് ഗ്രോസപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ട്രാൻസ്ഫർ ടു റിസർവ്. റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എനി ട്രാൻസ്ഫർ ടു റിസർവ്സ് റിട്ടേൺ ഏർണിംഗ് ഷാൽ ബി ഷോൺ ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഓക്കെ, എന്തെങ്കിലും എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് റിസർവിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണിക്കണം. ഓക്കെ, യൂസ്ഡ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇറ്റ് ഷാൽ ബി റെക്കോർഡഡ് ആസ് റീറ്റെയിൻഡ് ഏർണിംഗ്. അപ്പോൾ ആദ്യം ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക, പിന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബാലൻസ് ഷീറ്റിൽ എന്താണ് അത് റീറ്റെയിൻഡ് ഏർണിംഗ് ആയിട്ട് കാണിക്കുക. ഇനി അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഈസ് മെയിൻറ്റെയിൻ ഇൻ ഓർഡർ ടു മീറ്റ് ദി ഇൻകം ടാക്സ് എക്സ്പെൻസസ് ഔട്ട് ഓഫ് കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് കറൻറ്റ് ഇയറിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന തുകയാണ്. പ്രോഫിറ്റിൽ നിന്ന് അടയ്ക്കണം, നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കണം. അപ്പോൾ അതിൽ നിന്ന് ആദ്യമേ കുറച്ച് തുക മാറ്റി വെക്കുന്നതിൻ്റെ പേരാണ് ഇത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻസ് മീൻസ് എന്താണ്, ആദ്യമേ നമ്മൾ ഒരു തുക എന്താണ് വക മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ കാണിക്കുന്നത് അത് നമ്മളെ ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് ബാലൻസ് ഷീറ്റിൻ്റെ കറൻറ്റ് ടാക്സ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് എന്ത് വരിക പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, കറൻറ്റ് ടാക്സ് ലയബിലിറ്റീസിൻ്റെ. ഓക്കെ, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും എന്ത് വരും ഡിഡക്ഷൻ ഫ്രം പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സിൽ കാണിക്കും. ഓക്കെ, ഇനി അടുത്തത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, നമ്മളിപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിന് ബാധ്യത ഉണ്ടെന്ന് എന്താണ് ഗവൺമെൻറ് നേരത്തെ തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് നമ്മളോട് TDS അടയ്ക്കാൻ പറയും അല്ലേ. ഇപ്പോൾ സാലറി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഹൈ സാലറി വാങ്ങുകയാണെങ്കിൽ എന്താണ് അവരെ സാലറി വാങ്ങുമ്പോൾ തന്നെ ഗവൺമെൻറ് മനസ്സിലാവുന്നതാണ് ഒരു മാസം വാങ്ങുന്ന സാലറി കണ്ടാൽ മനസ്സിലാവും ഒരു വർഷത്തേക്ക് എത്ര വരുന്നു. അപ്പോൾ ഒരു വർഷത്തേക്ക് ആ ടാക്സ് ലിമിറ്റിന് മുകളിലേക്ക് പോകുന്ന ഏകദേശം ഉറപ്പായി കഴിഞ്ഞാൽ ആദ്യമേ എന്ത് ചെയ്യും അവരെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കും. ഓക്കെ, ടാക്സ് പിടിച്ചിട്ട് എന്താണ് പിന്നെ അതൊന്നും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടെങ്കിൽ എന്താണ് ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അടയ്ക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ അങ്ങോട്ട് കൂടുതൽ അടയ്ക്കും വേണം. അപ്പോൾ ഈ ടാക്സ് നമ്മൾ എങ്ങനെയാണ് ഇതിൽ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. ഈ TDS ദി ഗ്രോസ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്ലസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻകം ആൻഡ് ഷോൺ ഇൻ ദി, അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ TDS അടച്ചതിന് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുക അണ്ടർ ദി ഹെഡ് അതർ ഇൻകം. ഓക്കെ, ദി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് ഷോൺ ഇൻ കറൻറ്റ് ടാക്സ് അസറ്റ്, അതായത് TDS എവിടെ കാണിക്കണം നമ്മൾ കറൻറ്റ് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അത് കഴിഞ്ഞ് അടുത്ത് എന്താ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഡ്യൂ. ലോൺ ഡ്യൂ വരുന്നത് എന്താണ് ഇഫ് ലോൺ ഈസ് അവൈൽഡ് ബൈ കമ്പനി ആൻഡ് ദി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് നോട്ട് ആക്ച്വലി ഡ്യൂ
ദി ഇൻട്രസ്റ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് അക്കൗണ്ട് ഷാൽ ബി ബ്രോട്ട് ഇൻ ടു ബുക്ക്. ഓക്കെ, നമുക്ക് ഡിപ്രിസിയേഷൻ എന്താ നമുക്ക് ഏകദേശം അറിയാം. ഇൻഡേഴ്സ് 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മളത് കുറെ കണ്ടിട്ടുണ്ട് ഡിപ്രിസിയേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ എവിടെ കാണിക്കും? അതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ പി ആൻഡ് എല്ലിൽ കാണിക്കും. അതിനനുസരിച്ച് എന്താണ്, ഏതിനാണോ ഡിപ്രിസിയേഷൻ, ഏത് അസറ്റിനാണോ ഡിപ്രിസിയേഷൻ വന്നിരിക്കുന്നത് ആ അസറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കും? ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ കുറയ്ക്കും. ഓക്കെ, ഇവിടെ ഡിപ്രിസിയേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ്. അപ്പോൾ യൂസ്ഫുൾ ലൈഫ് എന്താണ്, റെസിഡ്വൽ വാല്യൂ എന്താണ്, മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ എന്താണ് IND-AS 16 കണ്ടിട്ടുണ്ട്. ഓക്കെ, യൂസ്ഫുൾ ലൈഫ് എന്താണ്, എത്ര കാലം വരെ ഒരു അസറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എത്ര വർഷം വരെ ഒരു അസറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് റെസിഡ്വൽ വാല്യൂ എന്താണ്, ഓരോ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ, അതായത് ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു അസറ്റ് പിന്നെ നമുക്ക് എന്താണ് അത് എന്താണ് സ്ക്രാപ്പായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ക്രാപ്പായിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ, അപ്പോൾ ഒരു മിനിമം വാല്യൂ കിട്ടുന്നത് ഒരു അസറ്റിന് മുഴുവനായിട്ട് കേടായി പോയാലും, ഇപ്പോൾ ഒരു വാഹനമാണെങ്കിൽ അത് മുഴുവനായിട്ട് അതിന് എൻജിൻ ഫുള്ളായിട്ട് കേടായി പോയാലും അതിന് ആ ഇരുമ്പിന് കിട്ടുന്ന വില. ഓക്കെ, അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ. പിന്നെ എന്താണ് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷനിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഉണ്ട്, പിന്നെ എന്താണ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡും ഉണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ എന്താണ്, ഒരു എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതേ എമൗണ്ട് തുടർച്ചയായിട്ട് കുറച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്താണ്, നമ്മളിപ്പോൾ എന്താണ് ആദ്യ വർഷം ഒരു എമൗണ്ട് കുറച്ചാൽ പിന്നെ ആ ഒരു കുറഞ്ഞ, അതായത് നമ്മൾ ഒരു 100 രൂപേൻ്റെ ഒരു അസറ്റ് ആണെങ്കിൽ ആദ്യ വർഷം നമ്മൾ എന്താണ് 10% നമ്മൾ ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതെങ്കിൽ, ഓക്കെ ശതമാനക്കണക്കിൽ 10% കുറയ്ക്കുന്നതെങ്കിൽ ആദ്യ വർഷം 10 രൂപ കുറയുന്നു ഡിപ്രിസിയേഷൻ ആയിട്ട്. രണ്ടാമത്തെ വർഷം എന്താണ് ആദ്യ വർഷത്തെ 100 രൂപയിൽ നിന്ന് 10 രൂപ കുറച്ച് കിട്ടുന്ന 90 രൂപയിൽ നിന്ന് എന്താണ് 10% കാണുക. അപ്പോൾ എത്ര വരും? 9 രൂപ കുറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഡിപ്രിസിയേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് നോക്കാം. പക്ഷേ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു കണക്ക് എന്താണ് ഇല്ല. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഒന്നും എന്താണ് ഈ ഒരു സിലബസിൽ വരുന്നില്ല. അതുകൊണ്ട് എന്താണ് ഡിപ്രിസിയേഷൻ വല്ലാണ്ട് നമ്മൾ എന്താണ് നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു എന്താണ് തിയറീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ക്ലോസിംഗ് ഇൻവെൻട്രി അല്ലെങ്കിൽ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമ്മൾ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്. അതന്നെ എന്തെങ്കിലും എവിടെയും കാണിക്കും, സ്റ്റോക്കായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലും കാണിക്കും. ഓക്കെ, അടുത്തതായിട്ട് പ്രൊവിഷൻസ് ആണ്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുന്ന തുകകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ട്. അപ്പോൾ ഇൻകം ടാക്സിലേക്ക് എന്താണ് കുറച്ച് തുക മാറ്റി വെക്കുക, അതാണ് എന്ത് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ IND-AS 37 ഡിഫൈൻസ് പ്രൊവിഷൻസ്. IND-AS 37 ആണ് എന്ത് പ്രൊവിഷനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. IND-AS 37 മറന്നു വരുന്നത്, ചിലപ്പോൾ എന്താണ് ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻസ് നമ്മൾ എന്താണ് എവിടെ കാണിക്കും? അത് ബാലൻസ് ഷീറ്റിലും കാണിക്കും. അതെന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എവിടെയും വരും, അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് വരും. ഓക്കെ, അത് കഴിഞ്ഞ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ഒരു വർഷം എന്താണ് ഒരു മെഷീനറി റെന്റിന് എടുത്തിട്ടുണ്ടെന്ന് വെക്കുക. ഒരു ബിസിനസ്സുകാരൻ ഒരു വർഷം ഒരു മെഷീനറി റെന്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രതി മാസം 200 രൂപയാണ് അതിന് റെന്റ് വരുന്നത് എന്ന് കരുതുക. പ്രതിമാസം 200 രൂപയാണ് റെന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷം ആകുമ്പോൾ 2400 രൂപ റെന്റ് കൊടുക്കണം. ഒരു വർഷം കൊടുക്കേണ്ട റെന്റ് എന്താണ്? 2400. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കൊടുക്കേണ്ട റെന്റ് എത്രയാണ്? 2400. ഇൻ കേസ് 2 മാസത്തെ റെന്റ് കൊടുക്കാൻ വിട്ടുപോയി, അപ്പോൾ 2000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 400 രൂപ എന്താ കാണിക്കണം? നമ്മൾ ഈ വർഷം തന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. അത് അടുത്ത വർഷം കാണിച്ചാൽ പോരാ. അടുത്ത വർഷം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വർഷം തന്നെ എന്താണ് അത് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണത്. ഓക്കെ, അടുത്തതായിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന് നേരെ വിപരീതമായിട്ട് വരുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു മെഷീനറി വാങ്ങി, നമ്മൾ 2 കൊല്ലത്തേക്കുള്ള റെന്റ് ഒരുമിച്ച് കൊടുത്തു. 2 കൊല്ലത്തേക്കുള്ള റെന്റ്, 2 കൊല്ലത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഈ വർഷം എത്രയാണ്? 200 രൂപയാണ് റെന്റ് എന്ന് കരുതാം. ഈ വർഷം 2400, അടുത്ത വർഷം 2400 കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്തു? 2 വർഷത്തേക്കും കൂടി ഒരുമിച്ച് അങ്ങ് കൊടുത്തു. 4800 വെച്ചങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വർഷം വരുന്ന തുക എത്രയാണ്? 2400. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നത് 2400 എന്നാണ്. അതും കൂടി ചേർത്ത് 4800 നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ 2400 അടുത്ത വർഷം കൊടുക്കേണ്ട 2400 ഈ വർഷം കാണിക്കേണ്ടതല്ല. അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അതെന്ത് ചെയ്യുക? അത് നമ്മളെ എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കണം. അത് എന്നിട്ട് അടുത്ത വർഷം എന്ത് ചെയ്യുക? അതിലെ എക്സ്പെൻസിലേക്ക് വീണ്ടും നമ്മൾ അത് എക്സ്പെൻസിലേക്ക്, അതായത് ചെലവിലേക്ക് അത് കാണിക്കുക.
ഈ വർഷം കാണിക്കരുത്, അത് അടുത്ത വർഷം കാണിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരിക്കലും ഒരു അക്കൗണ്ടിങ് പീരീഡിന് എന്താണ് കൺസേൺഡ് ആയി വരുന്ന എക്സ്പെൻസുകൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അക്രൂവ്ഡ് എന്താണ് തിയറി ഓഫ് അക്രൂവൽ എന്നാണ് അതിന് അക്രൂവൽ എന്ന് പറയും. അതായത് ഒരു വർഷം വരേണ്ട തുക അത് വർഷത്തേക്ക് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. അതേപോലെ അക്രൂവ്ഡ് ഇൻകം അതാണ് വരുന്നത്. നമുക്ക് എന്താണ് നേരത്തെ കിട്ടുന്ന ഇൻകം, അത് എന്താണ് ഈ വർഷം ഇൻകത്തിൽ കാണിക്കരുത്, അത് അടുത്ത വർഷം കാണിക്കുക. അടുത്ത വർഷം കിട്ടേണ്ട ഇൻകം ആദ്യമേ ഒരാൾ ഇങ്ങനെ തരികയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതങ്ങനെ കാണിക്കുക. പിന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്രൂവ്ഡ് ഇൻകം ആണ്. അപ്പോൾ അക്രൂവ്ഡ് ഇൻകം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പോലെ തന്നെ നമ്മളൊരു സേവനം ആർക്കെങ്കിലും ചെയ്തു, നമ്മൾ എന്തെങ്കിലും റെന്റിന് സാധനം കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസോ സെയിലോ നടത്തി കഴിഞ്ഞിട്ട് ഈ വർഷം കിട്ടേണ്ട ആ ഇൻകം നമുക്ക് കിട്ടുന്നില്ല, അയാൾ പറയാണ് അടുത്ത വർഷം തരാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കുക, ഈ വർഷം തന്നെ കിട്ടാൻ ഇത്രയൊരു ഇൻകം ഉണ്ട് പറഞ്ഞിട്ട് അക്രൂവ്ഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുക. ഓക്കെ, അതേപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലെ നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്തു, നമ്മളൊരു ഒരു സർവീസ് നമ്മൾ ഒരു റെന്റിന് എന്തെങ്കിലും കാര്യം കൊടുത്തു എന്ന് വെക്കുക 2 വർഷത്തേക്ക്. അയാൾ 2 വർഷത്തേക്കും കൊണ്ടുള്ള റെന്റ് നമുക്ക് ഒരുമിച്ച് തരികയാണ്. എന്താണ് അതിൽ 1 വർഷത്തേക്കുള്ള റെന്റ് പ്രോപ്പറായി കിട്ടിയ റെന്റാണ്, അടുത്ത വർഷത്തേക്ക് കിട്ടിയ റെന്റ് എന്താണ് അത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. പിന്നെ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അതെന്താ ചെയ്യേണ്ടത്, അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്നാണ് ഡെബിറ്റ് ചെയ്യണം ട്രയൽ ബാലൻസിൽ. ഓക്കെ, ട്രയൽ ബാലൻസിൽ അത് ഡെബിറ്റ് ചെയ്യാം. പിന്നെ അതെന്താണ് കറണ്ട് അസറ്റിലും നമ്മൾ കാണിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് പ്രൊവിഷൻ ഫോർ ടാക്സേഷന് വരുന്ന പ്രൊവിഷൻസ് എന്താണ് അത് കറണ്ട് ലയബിലിറ്റീസിൽ എന്താണ് ഷോർട്ട് ടേം പ്രൊവിഷൻസിന് അണ്ടറിലാണ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ കോണ്ടിജന്റ് ലയബിലിറ്റീസ് ആയ ക്ലെയിംസ് അഗെയിൻസ്റ്റ് കമ്പനീസ് നോട്ട് അക്നോളജ് ഡെപ്റ്റ് ഗ്യാരണ്ടീസ് അതർ മണി ഫോർ വിച്ച് ദ കമ്പനീസ് കോണ്ടിജന്റ്ലി ലയബിൾ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ടൈസൺ ലിമിറ്റഡ് എന്നാണ് കമ്പനീൻ്റെ പേര്. അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 10 ലക്ഷം രൂപയാണ്. അവർ 10 രൂപ വെച്ചിട്ട് 80,000 ഇക്വിറ്റി ഷെയറുകൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8 ലക്ഷത്തിൻ്റെ ഇക്വിറ്റി ഷെയറുകൾ അവർ ഇറക്കിയിട്ടുണ്ട്. 10 ലക്ഷം വരെ മാക്സിമം അവർക്ക് പിരിക്കാൻ പറ്റും ഇക്വിറ്റി ഷെയർ ആയിട്ട്. ഓക്കെ, കമ്പനീൻ്റെ ക്യാപിറ്റലിൻ്റെ ആവശ്യത്തിനായിട്ട്. ഫോളോയിങ് ഇസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ദ കമ്പനി ആസ് ഓൺ 31 മാർച്ച് 2017. താഴെ കൊടുത്തിരിക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയൽ ബാലൻസ് നോക്കിക്കൊണ്ട് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞത്, നമ്മളോട് ഇവരുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്, അത് 8 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ പ്രകാരം 80,000 × 10 ആണ് എന്ത് ഇവിടെ 8 ലക്ഷം വന്നിരിക്കുന്നത്. പിന്നെ കോൾസ് ഇൻ അരിയേഴ്സ്, അതായത് ഈ 8 ലക്ഷത്തിൽ നിന്ന് കുറച്ച് പേര് അടച്ചിട്ടില്ല ഷെയർ, അതാണ് കോൾസ് ഇൻ അരിയേഴ്സ്, അത് 10,000 രൂപയാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം, ഇവർക്ക് പ്രീമിയം ആയിട്ട് സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഡിബഞ്ചറുകൾ ഇവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. സെയിൽസ് എത്ര നടന്നു എന്ന് വെച്ചാൽ ഇവർക്ക് 3,80,000 രൂപേൻ്റെ സെയിൽ നടന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക്, തുടക്കത്തിലുള്ള സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 42,000 രൂപേൻ്റെ സ്റ്റോക്ക് ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 3 ലക്ഷം രൂപക്കുണ്ട്. പർച്ചേസസ് എത്ര രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇവർ 1,60,000 രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വേജസ് ഇവർക്ക് 8,000 രൂപേൻ്റെ വേജസ് കൊടുത്തിട്ടുണ്ട്, തൊഴിലാളികൾക്ക് വേജസ് ആയിട്ട് 8,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ 2,000 രൂപ, ഫർണിച്ചറിന് ഡിപ്രിസിയേഷൻ വന്നിരിക്കുന്നത് ഈ വർഷം 2,000 രൂപയാണ്. സാലറി വന്നിരിക്കുന്നത് 18,000 രൂപയാണ്. ഓഫീസ് എക്സ്പെൻസുകൾ വന്നിരിക്കുന്നത് 6,000 രൂപയാണ്. കമ്മീഷൻ വന്നിരിക്കുന്നത് 12,000 രൂപയാണ്. സൺട്രി ഡെപ്റ്റേഴ്സ്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഇവർക്ക് എത്ര ഉണ്ടെന്ന് വെച്ചാൽ കടം കൊടുത്തിട്ട് കിട്ടാനുള്ള ആൾക്കാർ, ഇങ്ങോട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി കൊണ്ടുപോയ ആൾക്കാർ, ഓക്കെ, ഇവരുടെ കടക്കാർ എത്ര ഉണ്ട്, 80,000 രൂപയോളുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇവർ കടം കൊടുക്കാനുള്ളവർ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 18,000 രൂപ. ഓക്കെ, ബിൽസ് പേയബിൾ, ഇവർ സാധനം വാങ്ങിയിട്ട് കാശ് കൊടുത്തിട്ടില്ല, അതിന് ബില്ല് കൊടുക്കാനുണ്ട്, അത് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 12,000 രൂപ ഉണ്ട്. ഫർണിച്ചർ കയ്യിൽ 1 ലക്ഷം രൂപേൻ്റെ ഫർണിച്ചർ ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് 30,000 ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 10,000 ഉണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് 56,000. 10% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇവർക്ക്. എവിടെയാണ് 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ട്, 3 ലക്ഷം രൂപേൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഗുഡ് വിൽ ഇവരുടെ കയ്യിൽ 6 ലക്ഷം രൂപേനുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് എത്രയാണ്, 1 ലക്ഷം രൂപയാണ്. പ്രോഫിറ്റ് ക്രെഡിറ്റിലാണ് എന്ത് വന്നിരിക്കുന്നത്, പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രയൽ ബാലൻസ് ടാലിയാണ്. അതിനുശേഷം ശ്രദ്ധിക്കുക, സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് 12,000 ഓൺ 31 മാർച്ച് 2017, അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ 30,000 രൂപയാണ് അല്ലേ, 10% ഇതിന് കിട്ടുന്നത്. 30,000 രൂപ അക്രൂ ആയി കിടക്കുന്നുണ്ട്.
സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇനി 6000 രൂപ സാലറി കൊടുക്കാനുണ്ട് 6000 രൂപ. 1/10 ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ടു ബി റിട്ടേൺ ഓഫ്, അതായത് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ 10ൽ 1 അംശം അത് റൈറ്റ് ഓഫ് ചെയ്യണം, അത് ഒഴിവാക്കണം. ഓക്കെ. പിന്നെ 30,000 രൂപ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഡയറക്ടേഴ്സ് റെക്കമെൻഡ് എ ഡിവിഡൻഡ് ഓഫ് 10% ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ 10% ഡിവിഡൻഡ് ആണ് ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊവൈഡ് ഫോർ ടാക്സേഷന് വേണ്ടി കൊടുക്കുന്നത് 35,000 രൂപ. പ്രൊവൈഡ് ഫോർ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ, ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് എന്താണ് അത് ഒരു വർഷത്തെ ഡിബഞ്ചർ കൊടുക്കുക. പ്രൊവൈഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 20% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും കൊടുക്കുക. ഓക്കെ. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്സ്? നമ്മൾ നേരത്തെ ഇതിന് മുൻപ് കണ്ട വീഡിയോസിൽ കണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് വരയ്ക്കുക. അപ്പോൾ അതിന് മുമ്പ് തന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങളൊന്നുകൂടി കാണാം. ഓക്കെ, അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ അവിടെ എഴുതേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആദ്യം തന്നെ എഴുതേണ്ടത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് എഴുതേണ്ടത്. അപ്പോൾ എത്രയാണ് വരുന്നത്? സെയിൽസ്, നമ്മളെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന സെയിൽസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ക്വസ്റ്റ്യനിൽ സെയിലായിട്ട് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 3,80,000. നിങ്ങളിവിടെ 3,80,000 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ ആദ്യത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം എഴുതുക അതർ ഇൻകം. എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ നോട്ട് നമ്പർ 1 എന്ന് എഴുതുക. ഓക്കെ, നോട്ട് നമ്പർ 1. അപ്പോൾ അതർ ഇൻകം ഒരുപാട് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടുണ്ടാണ് നമ്മളൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ എമൗണ്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അതർ ഇൻകം ആയിട്ട് വരുന്നത് കമ്മീഷൻ ഒരു അതർ ഇൻകമാണ്. കമ്മീഷൻ എന്താണ്? 12,000 രൂപ അതർ ഇൻകമാണ്. അതുകൂടാതെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അത് ഒരു അതർ ഇൻകമാണ്. നിങ്ങൾ മറ്റൊരു പേജിൽ എന്താണ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഓക്കെ, നോട്ട്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് എന്താണ് അതർ ഇൻകം എന്ന് എഴുതുക. നോട്ട് നമ്പർ 1 ആണ് കമ്മീഷനും ഇൻട്രസ്റ്റ് അക്രൂഡും. 12,000 30,000 കൂടി 42,000 ആണ്. 42,000 വരും. 42,000 എന്ന് എഴുതി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നതാണ് ടോട്ടൽ റവന്യൂ ആണ്. അതായത് ഈ രണ്ടെണ്ണം കൂടി, അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എഴുതുക ടോട്ടൽ റവന്യൂ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 4,22,000. ഇത് 42,000, ഇത് 3,80,000. 4,22,000. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും എന്ത് കിട്ടി? റവന്യൂസ് കിട്ടി. ഇനി നമുക്ക് എക്സ്പെൻസ് ഓരോന്നായിട്ട് എഴുതണം. അപ്പോൾ നാലാമത്തെ ഐറ്റം എന്താ വരുന്നത്? എക്സ്പെൻസസ് ആണ്. അപ്പോൾ എക്സ്പെൻസസിൽ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. ആദ്യത്തെ എക്സ്പെൻസ് എന്താണ്? പർച്ചേസസ് ആണ്. അപ്പോൾ പർച്ചേസസ് നമ്മളെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 1,80,000 രൂപ, 1,60,000 രൂപയാണ്. ഓക്കെ, പർച്ചേസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 1,60,000 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്. ഓക്കെ, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാട്ടും കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെൻസിൽ നിന്ന് അത് കുറയ്ക്കാൻ വേണ്ടത്. ഇവിടെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആകെ 12,000 രൂപയെ വരുന്നുള്ളൂ. 12,000 രൂപയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് 42,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ നോക്കുന്ന നേരത്ത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എക്സ്പെൻസ് ആയിട്ട് തന്നെ പരിഗണിച്ചിട്ട് അതിനെന്ത് ചെയ്യുക? എക്സ്പെൻസിൻ്റെ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാളും കുറവാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് നമുക്കിത് എക്സ്പെൻസ് ആയിട്ട് തന്നെ പരിഗണിക്കാം. ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ദെൻ ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് ആൻ ഇൻകം. അപ്പോൾ അത് അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പെൻസിൽ നിന്നത് മൈനസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ആ സിറ്റുവേഷൻ അല്ല. ഇവിടെ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാളും കൂടുതൽ. അപ്പോൾ എന്താണ് ആ ഡിഫറൻസ്? 30,000 രൂപയുടെ ഡിഫറൻസ് ഇവിടേക്ക് എടുത്ത് എഴുതി വെക്കുക. ഇനി അടുത്ത് നമ്മൾ എഴുതുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമ്മുടെ
ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ട് നോട്ട് നമ്പർ 2 എന്ന് എഴുതി വെക്കുക. നോട്ട് നമ്പർ 2 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്താണ് ആ നോട്ട്. അപ്പോൾ രണ്ടാമത്തേതായിട്ട് നമ്മൾ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ് എന്ന് എഴുതുക. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ആവട്ടെ, കമ്മീഷൻ ആവട്ടെ, ബോണസ് ആവട്ടെ, ഇതൊക്കെ എന്താണ് നമ്മൾ ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഴുതുക. ഓക്കെ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് സാലറി വരുന്നുണ്ട്, വേജ് വരുന്നുണ്ട്. അത് കൂടാതെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. സാലറി കൊടുക്കാൻ ബാക്കിയുള്ളത് ആയിട്ട് 6000 രൂപ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതെന്ത് ചെയ്യണം, സാലറീൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം സാലറി എഴുതുക, അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേജസ് എഴുതുക. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 32,000 വരും. 32,000 നിങ്ങൾ ഇവിടെ എഴുതുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ് എന്ത്, ഫിനാൻസ് കോസ്റ്റ്. അതായത് ഇൻട്രസ്റ്റുകൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അതിൽ വരും. ഓക്കെ. അപ്പോൾ ഇവിടെ നോട്ട് നമ്പർ 3 എന്ന് എഴുതുക. നോട്ട് നമ്പർ 3 എന്ന് എഴുതുക. ഇവിടെ ആകെ വരുന്ന ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ. 8% ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 8%. എത്ര ഡിബഞ്ചർ ഉള്ളത്? 3 ലക്ഷം. ഓക്കെ. അപ്പോൾ 3 ലക്ഷത്തിന്റെ 8% നിങ്ങൾ കാണുക, എത്ര വരും? 24,000. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ. ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് 24,000 എഴുതുക. അത് കഴിഞ്ഞ് അടുത്തതാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ. ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ. ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യന് തന്നെ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട് 2000 രൂപ. ഓക്കെ. അടുത്തത് അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ്. അപ്പോൾ അത് നോട്ട് നമ്പർ 4 എന്ന് എഴുതുക. ഓക്കെ. അതർ എക്സ്പെൻസ് ആയിട്ട് ഇവിടെ വരുന്ന ഓഫീസ് എക്സ്പെൻസ് പോകും. അതേപോലെ 1/10 ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഇതും എന്താണ് അതർ എക്സ്പെൻസിൽ പോകും. ഓക്കെ. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എത്ര ഉണ്ട്? 56,000ന്റെ 10%, 1/10 അല്ലേ, 10% എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഓക്കെ. അതർ എക്സ്പെൻസ് ആയിട്ട് ഓഫീസ് എക്സ്പെൻസും പിന്നെ പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ആണ് വരുന്നത്. ഓഫീസ് എക്സ്പെൻസ് വരുന്നത് 6,000 രൂപയാണ്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് വരുന്നത് 5,600 രൂപ. 56,000ന്റെ 10%. ഓക്കെ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 11,600 രൂപ വരും. ഓക്കെ. അപ്പോൾ ഇതെന്താ ചെയ്യുക, ഈ എമൗണ്ട് എടുത്തിട്ട് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എഴുതുക. 11,600 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എഴുതുക. ഓക്കെ. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളുമായി. അപ്പോൾ അടുത്തത് എഴുതേണ്ടത് ടോട്ടൽ എക്സ്പെൻസ് ആണ്. ഓക്കെ. അടുത്തത് ടോട്ടൽ എക്സ്പെൻസ് എഴുതുക. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,59,600 രൂപയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ റവന്യൂ ആയിട്ട് ഇത്ര കിട്ടി, ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് ഇത്ര കിട്ടി. ഓക്കെ. നമുക്കിനി അടുത്തത് കാണേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഓക്കെ. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സ് അടയ്ക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എമൗണ്ടിൽ നിന്ന് 4,22,000 നിന്ന് 5,59,600 മൈനസ് ചെയ്യാം. ഓക്കെ. അതായത് ഈ തേർഡ് വണ്ണിൽ നിന്ന് എന്താണ് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര എമൗണ്ട് വരിക? 1,62,400 രൂപ വരും. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. ഇനി നമുക്ക് ടാക്സ് എക്സ്പെൻസ് എത്ര കൊടുത്തിരിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ. ടാക്സ് എക്സ്പെൻസ്, ടാക്സ് എക്സ്പെൻസസ്. ഓക്കെ.
പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കൊടുത്തിരിക്കുന്നത് 35,000 രൂപയാണ്. ടാക്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുക എത്രയാണ്? 35,000. അപ്പോൾ അതെന്താണ്? അതവിടെ കാണിക്കുക. താഴെ എഴുതുക പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 35,000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് എമൗണ്ട് വരുന്നത്? 1,27,400. ഓക്കെ, എഴുതുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കാണണം. എന്താണ് ഏർണിംഗ് പെർ ഷെയർ? EPS. അതായത് ഒരു ഷെയർ ഹോൾഡർക്ക് എത്ര തുക കിട്ടും? ടാക്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എത്ര പ്രോഫിറ്റ് കിട്ടി? 1,27,400 രൂപ. ഓക്കെ, എത്ര ഷെയർ ആണുള്ളത്? 1,27,400. ഓക്കെ, 1,27,400 ഡിവൈഡ് ബൈ 80,000 ഷെയർ ആണുള്ളത്. ഓക്കെ, 80,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 രൂപ 90 പൈസ. ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന തുക ഇത്രയാണ്. ഓക്കെ, പ്രോഫിറ്റ് ഇനത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനീൻ്റെ പേര്, ഡേറ്റ്, പെർട്ടിക്കുലർ, നോട്ട് നമ്പർ, എമൗണ്ട് ഫോർ കറണ്ട് ഇയർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ അസറ്റ്സ് ആണ് എഴുതുന്നത്. അപ്പോൾ അസറ്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതുന്നത് എന്താണ്? നോൺ കറണ്ട് അസറ്റ്സ് ആണ്. നോൺ കറണ്ട് അസറ്റ്. ഓക്കെ, അപ്പോൾ നോൺ കറണ്ട് അസറ്റിൽ നമുക്ക് ആദ്യം തന്നെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ 4 നോട്ടുകളാണ് തയ്യാറാക്കിയത്. ഇത് എന്താണ്? നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് തയ്യാറാക്കുമ്പോൾ, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും തയ്യാറാക്കുമ്പോൾ ആ നോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 1 മുതൽ തുടങ്ങുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുക. അപ്പോൾ 4 വരെ നോട്ടാണെന്ത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ളത്. ഇവിടെ എന്താണ്? 5ാമത്തെ നോട്ട്. ഓക്കെ, നോട്ട് 5 എന്ന് എഴുതുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എന്താണ്? ഇവിടെ നോട്ട് 5 എന്ന് എഴുതുക. നോട്ട് നമ്പർ 5ൽ നമ്മൾ എന്താണ് തയ്യാറാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? എന്തിൻ്റെ എമൗണ്ടാണ് കാണാൻ പോകുന്നത്? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന്റെ. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, 2 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ് നമ്മളെ ട്രയൽ ബാലൻസിൽ നോക്കിയാൽ കാണുന്നത്. എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറിയും പിന്നെ എന്താണ്? ഫർണിച്ചറും. ഇത് രണ്ടാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന്റെ ഗണത്തിൽപ്പെടുന്ന അസറ്റുകൾ ഈ കമ്പനിക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ നോട്ട് എഴുതി വെച്ചിട്ട് എന്താണ്? നിങ്ങൾ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതുക, ഫർണിച്ചർ എഴുതുക. ഒന്ന് 3 ലക്ഷം വരുന്നത്, അടുത്തത് എന്താണ്? 1 ലക്ഷമാണ് വരുന്നത്. ഫർണിച്ചർ 1 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ രണ്ടും കൂടി എത്രയാണ്? 4 ലക്ഷമാണ് ടോട്ടൽ എമൗണ്ട്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് നേരെ എന്ത് ചെയ്താ? 4 ലക്ഷം എന്ന് എഴുതി വെക്കുക. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നോൺ കറന്റ് ടാഞ്ചിബിൾ അസറ്റ് ആണ് ആദ്യം എഴുതുക. അതാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അത് കഴിഞ്ഞ് നോൺ കറന്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്, അതിൽ വരുന്ന ഐറ്റമാണ് എന്ത്? ഗുഡ്വിൽ. ഓക്കെ, ഗുഡ്വിൽ അതിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് എത്രയാണ് നമ്മളെ ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 6 ലക്ഷം രൂപയാണ് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതാണെന്ത്? ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സ് ഒരുപാട് നമ്മൾ എന്തുണ്ട് ഈ ഒരു ട്രയൽ ബാലൻസ് ഉണ്ട്. നമ്മളെ ക്വസ്റ്റ്യനിലെ ട്രയൽ ബാലൻസിൽ ഒന്നിലധികം ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ നോട്ട് നമ്പർ 6 എന്ന് എഴുതുക. ഓക്കെ, കാണിച്ചിട്ട് എന്താണ് അത്? പിന്നെന്താണ് അതിൻ്റെ എമൗണ്ട് മാത്രം ഇവിടെ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 10% ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റായിട്ട് ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയുണ്ട്? 3 ലക്ഷം ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ഫിനാൻഷ്യൽ അസറ്റായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റായിട്ട് 3 ലക്ഷം എഴുതുക. ഓക്കെ, ഇനി അടുത്തത് അതർ നോൺ കറണ്ട് അസറ്റ്സ് ആണ്. മറ്റേതെങ്കിലും നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ
അതർ നോൺ കറൻറ്റ് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോട്ട് നമ്പർ 7 എന്ന് എഴുതാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ആ നോട്ടിൽ എഴുതിയതിന് ശേഷം എമൗണ്ട് മാത്രം അങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, പ്രിലിമിനറി എക്സ്പെൻസ് എന്താണ്, അതൊരു നോൺ കറൻറ്റ് അസറ്റാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, അത് അതർ നോൺ കറൻറ്റ് അസറ്റായിട്ട് നമ്മൾ പരിഗണിക്കും. നോട്ട് നമ്പർ 7 അതർ നോൺ കറൻറ്റ് അസറ്റ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഓക്കെ, അത് 56,000 നമ്മളെ ട്രയൽ ബാലൻസിലുള്ളത്. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ 10% അതായത് അതിൻ്റെ 10% നമ്മൾ വെട്ടി ചുരുക്കുന്നുണ്ട്, അത് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറയ്ക്കുന്ന നേരത്ത് എത്ര വരും, 56,000 നിന്ന് 5,600 കുറയ്ക്കുമ്പോൾ 50,400 രൂപ വരും എന്ത്, പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട്. അപ്പോൾ ഈ എമൗണ്ട് എന്ത് ചെയ്യുക, അതെടുത്തിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതി വെക്കുക. ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതി വെക്കുക, 50,400. ഓക്കെ, ഇനി അപ്പോൾ എന്താണ്, നമ്മുടെ നോൺ കറൻറ്റ് അസറ്റ് എല്ലാം കഴിയാണ്. ഓക്കെ, നമ്മുടെ നോൺ കറൻറ്റ് അസറ്റുകളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ കറൻറ്റ് അസറ്റ്സ് എഴുതുക. ഓക്കെ, കറൻറ്റ് അസറ്റ്സ്. അപ്പോൾ കറൻറ്റ് അസറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അസറ്റാണ് എന്ത്, ഇൻവെൻട്രീസ്. അത് നമ്മുടെ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻവെൻട്രീസ് ഇസ് എ കറൻറ്റ് അസറ്റ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 12,000 രൂപയാണ്. ഓക്കെ, ഇൻവെൻട്രീസിൻ്റെ എമൗണ്ട് 12,000 രൂപയാണ്. അത് കഴിഞ്ഞ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് എഴുതുക, ഫിനാൻഷ്യൽ കറൻറ്റ് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള തുകകളാണ് ഫിനാൻഷ്യൽ അസറ്റ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ എഴുതുക. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, വിറ്റിട്ടുണ്ട്, അത് തിരിച്ച് കിട്ടിയിട്ടില്ല അതിൻ്റെ തുക. അപ്പോൾ അതെന്താണ്, ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ അസറ്റ്, കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ അകത്ത് എഴുതുക. ഓക്കെ, ഇവിടെ എഴുതുക ട്രേഡ് റിസീവബിൾസ്. ഓക്കെ, 80,000 റുപ്പീസ്. ഇനി രണ്ടാമത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവാലൻസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്താണ്, നോട്ട് നമ്പർ 8 എന്ന് എഴുതാം. ഓക്കെ, നോട്ട് നമ്പർ 8 എന്ന് എഴുതുക. ഓക്കെ, ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡുമാണ് അതിൽ വരിക. ഓക്കെ, അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് 10,000ഉം ക്യാഷ് ഇൻ ഹാൻഡ് 30,000ഉം 40,000 ആണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവാലൻസ്. എത്ര വരുമെന്ന് വെച്ചാൽ 40,000. അത് കഴിഞ്ഞിട്ട് അടുത്തത് സി. ഓക്കെ, എഴുതുക അതർ കറൻറ്റ് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ അതർ കറൻറ്റ് അസറ്റ്സിൽ നമുക്ക് എന്താണ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, 30,000 ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് അക്രൂഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അക്രൂഡ് ഇൻകം എന്താണ്, നമ്മൾ അസറ്റ് സൈഡിൽ എഴുതും. ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്, നമ്മൾ ലയബിലിറ്റി സൈഡിൽ എഴുതും. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അത് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അക്രൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, നമ്മൾ 30,000 അസറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഓക്കെ, കറണ്ട് അസറ്റിൽ. ഓക്കെ, 30,000 അസറ്റ് സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അസറ്റ് സൈഡ് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ 15,12,400 ആണ് വരുന്നത്. ഓക്കെ, അതാണെന്ത്, നമ്മുടെ ടോട്ടൽ അസറ്റ്സ്. 15,12,400. ഓക്കെ, അങ്ങനെ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ സൈഡാണ് നോക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇക്വിറ്റി എഴുതുക. ഇക്വിറ്റി. ഓക്കെ, ഇവിടെ ഈ 2 വെട്ടിയിട്ട് നമുക്ക് ഇക്വിറ്റിയിൽ 2 കൊടുത്താൽ മതി. ഓക്കെ, ഇക്വിറ്റിയാണ് അടുത്ത മെയിൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റിക്ക് താഴെയിട്ട് എഴുതുക ആദ്യം തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ.
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുക, എന്നിട്ട് നോട്ട് നമ്പർ 9 എഴുതുക. അപ്പോൾ നോട്ട് നമ്പർ 9 നിങ്ങൾ എഴുതുക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എഴുതുക, അതിന് താഴെയായിട്ട് എഴുതുക ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 10 lakh ആണ്. ഓക്കെ, 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് എത്ര വരും? 10 lakh. 10 lakh ആണ് വരിക. ഓക്കെ, അപ്പോൾ ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എഴുതുക, അത് കഴിഞ്ഞ് അടുത്തത് ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എത്ര ഷെയർ ആണ്? 80,000. 80,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് 8 lakh. ഓക്കെ, താഴെ ലൈൻ വരയ്ക്കുക, 8 lakh കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത് താഴെ എഴുതുക കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ കോൾഡ് അപ്പ് എത്രയാണ്? ഇഷ്യൂഡ് എത്രയാണ് വരുന്നത്? ഇഷ്യൂഡ് 80,000 ഷെയർസ് അല്ലേ? 80,000 ഷെയർസ് അറ്റ് ദ റേറ്റ് റുപ്പീസ് 10 ഈച്ച് 8 lakh. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലെസ് ചെയ്യുക കോൾസ് ഇൻ അരിയേഴ്സ്. ഓക്കെ, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 10,000 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ എന്താണ് ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? ഈ 8 lakh എന്ത് ചെയ്യുക? അത് കുറയ്ക്കുക. ഓക്കെ, 10,000 ആ 8 lakh നിന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര എമൗണ്ട് വരുന്നത്? 7,90,000. ഓക്കെ, ഈ 7,90,000 എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുക. ഓക്കെ, 7,90,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുക. അടുത്തതായിട്ട് അതർ ഇക്വിറ്റി എന്ന് എഴുതുക, അത് റിസർവ് ആൻഡ് സർപ്ലസ് ആണ് വരുന്നത്. നോട്ട് നമ്പർ 10 എന്ന് എഴുതുക. നിങ്ങൾ നോട്ട് നമ്പർ 10 അതർ ഇക്വിറ്റിയിൽ ആദ്യം വരുന്നതാണ് റിസർവ്സ് ആണ്. റിസർവ്സ്. ഓക്കെ, ഈ റിസർവ്സിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh എഴുതി, അതിനുശേഷം നിങ്ങൾ എഴുതുക ട്രാൻസ്ഫർ റുപ്പീസ് 30,000 ടു ജനറൽ റിസർവ്, അത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ജനറൽ റിസർവ് ട്രാൻസ്ഫർ എത്രയാണ്? 30,000. അപ്പോൾ 1,30,000. അടുത്തത് സർപ്ലസ് ആണ്. ഓക്കെ, സർപ്ലസ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ അതിൽ പ്രോഫിറ്റുമായിട്ട് സംബന്ധമായിട്ട്, അതായത് പ്രോഫിറ്റ് എന്താണ് ഇതിലാണ് വരിക. സർപ്ലസ് മീൻസ് എന്താണ്? പ്രോഫിറ്റ്. ഇതിൽ തന്നെ നമ്മളെ ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്ന P&L അക്കൗണ്ട് എന്താണ്? അത് സർപ്ലസ് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കിട്ടിയ പ്രോഫിറ്റും എടുത്ത് അങ്ങോട്ടേക്ക് എഴുതുക, അതായത് സർപ്ലസിലേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ ഈ രണ്ട് ഐറ്റംസും സർപ്ലസിൽ എഴുതുക. പ്രോഫിറ്റ് ആസ് ഓൺ 31st March 2016, അത് കഴിഞ്ഞിട്ട് ആഡ് പ്രോഫിറ്റ് ഫോർ ദി കറന്റ് ഇയർ. നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബാലൻസ്. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ഇത് രണ്ടും എടുത്ത് എഴുതിയിട്ട് ആഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഐറ്റംസ് നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. ഈ 3 ഐറ്റംസും കൂടി ഇതിൽ നിന്ന് ലെസ് ചെയ്യാനുണ്ട്. നമുക്കറിയാം എന്താണ് ഈ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 30,000 എന്ത് ചെയ്യുക? അത് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുക. ഓക്കെ, ഇത് ലെസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. കാര്യം എന്താണ്? പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അങ്ങോട്ടേക്ക്, ജനറൽ റിസർവിലേക്ക്. ഇനി 2 ഐറ്റം കൂടി ഉണ്ട്. ഒന്ന് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് വരുന്നുണ്ട്, ഒന്ന് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും വരുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഡയറക്ടേഴ്സ് റെക്കമെൻഡ് എ ഡിവിഡൻഡ് ഓഫ് 10% ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇതാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നതാണ് 10% ഡിവിഡൻഡ് കൊടുക്കാൻ. എത്രയാണോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എംപ്ലോയീസിനുള്ളത് അതിൻ്റെ 10% ഡിവിഡൻഡ് അവർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 7,90,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ 10%. ഓക്കെ, അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വന്നു? 79,000 വന്നു. അപ്പോൾ അത് ലെസ് ചെയ്യാം. അതെന്താ? എവിടുന്നാണ് കൊടുക്കുന്നത്? അത് പ്രോഫിറ്റ് നിർത്താൻ കൊടുക്കുക. ഇക്വിറ്റി ഷെയറിൽ കൊടുക്കുന്ന ഡിവിഡൻഡ് എവിടുന്നാണ് കൊടുക്കുക? പ്രോഫിറ്റ് എന്നാണ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിനെ കുറിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ? പ്രൊവൈഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അറ്റ് ദ റേറ്റ് 20%. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്തിൻ്റെ പുറത്താണ് 20% കൊടുക്കുക? നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 20%, അതായത് 79,000ന്റെ 20%, 20% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കുന്നത്. എത്ര വരും എന്ന് വെച്ചാൽ 15,800 വരും. ഓക്കെ, ഇത്രയും വരും. അപ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് ഈ ഓരോ എമൗണ്ടും ലെസ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഫൈനലായിട്ട് വരുന്ന എമൗണ്ട് എത്രയാണ് എന്ന് വെച്ചാൽ ഈ എമൗണ്ടിൽ നിന്ന് ഈ 3 ഐറ്റം കുറയ്ക്കുന്ന നേരത്ത് കിട്ടുന്നത് 1,02,600 രൂപയാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതായത് ഈ റിസർവും സർപ്ലസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 2,32,600 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് അങ്ങോട്ട് എടുത്ത് എഴുതുക നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് അതർ ഇക്വിറ്റിയിൽ എഴുതുക. കിട്ടിയിരിക്കുന്ന ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യുക, അത് അതർ ഇക്വിറ്റിയിൽ എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്താണ്ട് നമുക്ക് ലയബിലിറ്റീസിൽ ആദ്യം നോൺ കറന്റ് ലയബിലിറ്റീസ് എഴുതണം, അത് കഴിഞ്ഞിട്ട് കറന്റ് ലയബിലിറ്റീസും കൂടി എഴുതാണ്ട്. അപ്പോൾ നോൺ കറന്റ് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ആദ്യം വരുന്നത് ബോറോയിങ്സ് ആണ്. അതിന് നേരെ നോട്ട് നമ്പർ 11 എഴുതുക. ബോറോയിങ്സിൽ 8% ഡിബഞ്ചേഴ്സ് വരും. ഓക്കെ, 3 lakhന്റെ. അത് കൂടാതെ വരാൻ പോകുന്നത് വർഷം വരുന്ന ഡിബഞ്ചർ ഇൻട്രസ്റ്റും കൂടിയാണ്. ഓക്കെ, അതിൻ്റെ എത്ര ഇൻട്രസ്റ്റ് വരുന്നത് 8%. 3 ലക്ഷത്തിൻ്റെ 8% വരുന്ന ഡിബഞ്ചർ ഇൻട്രസ്റ്റും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ബോറോയിങ്സിൽ ലോങ് ടേമിൽ 8% ഡിബഞ്ചേഴ്സ് വരുന്നുണ്ട്. എത്രയാണ് 3 ലക്ഷത്തിന് ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 8% എന്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ലക്ഷത്തിന് 8% എന്താണ് 24,000 രൂപ ഇൻട്രസ്റ്റ് ആണ്. അത് കൊടുത്ത് തീർത്തിട്ടില്ല, അതാണ് ഇൻട്രസ്റ്റ് എക്രൂഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും, 3,24,000 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക 3,24,000. അടുത്തത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതിലാദ്യം ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ എഴുതുക ട്രേഡ് പേയബിൾ. ട്രേഡ് പേയബിളിന് നേരെ നോട്ട് നമ്പർ 12 എന്ന് എഴുതുക. അപ്പോൾ ട്രേഡ് പേയബിളിൽ അതായത് ഈ സൺട്രി ക്രെഡിറ്റേഴ്സ് 18,000, ബിൽസ് പേയബിൾ 12,000 ചേർത്തിട്ടാണ് എങ്ങോട്ട് വരുന്നത് ട്രേഡ് പേയബിൾ വരിക. ഓക്കെ, ഐറ്റംസ് നമ്മൾ ട്രേഡ് റിസീവബിൾ എന്താ എഴുതിയത്, നമ്മൾ ട്രേഡ് റിസീവബിളിലാകെ സൺട്രി ഡെപ്റ്റേഴ്സ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു. ട്രേഡ് റിസീവബിൾസിൽ അല്ല എങ്ങോട്ട് കിട്ടാണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് ട്രേഡ് പേയബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരുന്നു സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതുന്നു. നമുക്ക് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞൊരു സാധനം, റിസീവബിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മളെ എന്തിലില്ലായിരുന്നു, നമ്മളെ പ്രോബ്ലത്തിലില്ലായിരുന്നു. അതുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഷീറ്റിൽ ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ എന്താണ് ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ആ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ കൂടെ ബിൽസ് റിസീവബിളും ചേർത്ത് എന്താണ് നമ്മളൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് എന്താണ് അതായിരിക്കും നമ്മളിവിടെ എഴുതുക. ഓക്കെ, ഇവിടെ ട്രേഡ് പേയബിൾ ആണ് എഴുതുന്നത്. ഈ എമൗണ്ട് അങ്ങോട്ട് എടുത്ത് എഴുതുക നമ്മളെ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുക. അപ്പോൾ നമ്മൾ ട്രേഡ് പേയബിൾ എഴുതി. ഇനി അടുത്തത് എഴുതാനുള്ളത് അതർ കറന്റ് ലയബിലിറ്റീസ് എഴുതിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക നോട്ട് നമ്പർ 13 എന്ന് എഴുതുക. അപ്പോൾ അതർ കറന്റ് ലയബിലിറ്റീസിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതാണ് ഇനി അതർ കറന്റ് ലയബിലിറ്റീസിൽ നമ്മൾ എഴുതുന്നത്. അത് 6,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊക്കെ അങ്ങോട്ട് വരും, ലയബിലിറ്റി സൈഡിൽ വരും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്തൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടോ അതെല്ലാം ലയബിലിറ്റി സൈഡിൽ എഴുതുക. എവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് തയ്യാറാക്കുമ്പോൾ എന്താണ് നമ്മൾ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അത് എന്താണ് ആ ഐറ്റം എന്താണ് അങ്ങോട്ടേക്ക് എഴുതുക, നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് എഴുതുക. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം വരികയാണെങ്കിൽ അക്രൂഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്താണ് രണ്ടും സെയിം മീനിങ് ആണ് വരുന്നത്. രണ്ടും വരികയാണെങ്കിൽ എന്താണ് അത് അസറ്റ് സൈഡിലും എഴുതുക. പിന്നെ എവിടുന്ന് മൈനസ് ചെയ്യണം, നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് അത് മൈനസും ചെയ്യണം. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂള് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണക്ക് കൃത്യം എക്സ്പെൻസ് വരികയാണെങ്കിൽ ലയബിലിറ്റിയിൽ എഴുതുക, എവിടുന്ന് ആഡ് ചെയ്യുക, നമ്മളെ എക്സ്പെൻസിനെ കൂടെ അത് ആഡ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം വരികയാണെങ്കിൽ അത് ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുക നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതുക. ഓക്കെ, എന്ത് എഴുതി അതർ കറന്റ് ലയബിലിറ്റീസ് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എഴുതാനുള്ളത് പ്രൊവിഷൻസും കൂടി നമുക്ക് എഴുതാനുള്ളൂ. ഓക്കെ, പ്രൊവിഷൻസ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക നോട്ട് നമ്പർ 14 എന്ന് എഴുതുക. അപ്പോൾ ഷോർട്ട് ടേം പ്രൊവിഷൻസ് ആണ്. അപ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, ഈ 3 ഐറ്റംസ് ആണ് പ്രൊവിഷൻസിൽ വരുന്നത്. അതിൻ്റെ എമൗണ്ടുകൾ എഴുതി വെക്കുക. 79,000 ആണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വന്നിരിക്കുന്നത് എത്രയാണ് 35,000. അത് കഴിഞ്ഞ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് വന്നിരിക്കുന്നത് 15,800. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,29,800 വരും. ഓക്കെ, അതാണ് ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള പ്രൊവിഷൻസിൽ വരുന്നത്. ഐറ്റമാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 15,12,400. താഴെ ഇത് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യം തന്നെ നമ്മൾ എന്തുണ്ടാക്കി, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കി. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്ന ആ സമയത്ത് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ഈ നോട്ട്സ് അല്ലേ
നമ്മൾ അതിന് അനുബന്ധമായിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്, നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് വരല്ലേ 4ാമത്തെ നോട്ട് വരെ തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കി? ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്താണ്? ആദ്യം അസറ്റുകൾ എഴുതി, പിന്നെന്താണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി. അതിനോട് അനുബന്ധമായി വന്ന നോട്ട്സ് ആണെന്ത്, അതിനായിട്ട് തയ്യാറാക്കുന്ന നോട്ട്സ് ആണ് ഇതൊക്കെ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ നോട്ട്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും കൂടി ഒരുമിച്ച് തയ്യാറാക്കുന്നത്, അതിന് കൂടെ നോട്ട്സും കൂടി വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കണ്ടൻസ് വരാൻ ചാൻസ് കുറവായിരിക്കും, കാരണം ഒരുപാട് ടൈം പോകും. അപ്പോൾ എന്നാലും ഒരു പരിധി വരെ എന്താണ് ഇതിൻ്റെ